നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. മാള യഹൂദ സിനഗോഗിന്റെയും സെമിത്തേരിയുടെയും പരിസര പ്രദേശങ്ങളിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് പുരാവസ്തു വകുപ്പ്. മാള സ്വദേശി പ്രൊഫസർ സി കർമ്മചന്ദ്രന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് ഇക്കാര്യം പ്രതിപാദിച്ചിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഇനി മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക്. 4 പതിറ്റാണ്ടിലേറെ കാലമായി കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ പ്രവർത്തിച്ചു വരുന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് അടുത്ത ആഴ്ച മുതൽ മിനി സിവിൽ സ്റ്റേഷന്റെ 2ാം നിലയിലേക്ക് പ്രവർത്തനം മാറ്റും. ഹേമ കമ്മിറ്റി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട മുകേഷ് MLAയും മുകേഷിനെ സംരക്ഷിക്കുന്ന നയം സ്വീകരിച്ച് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെയും രാജി ആവശ്യപ്പെട്ട് മാളയിൽ കോൺഗ്രസ് പന്തം കൊളുത്തി പ്രകടനം നടത്തി. തുടർന്ന് ഇരുവരുടെയും കോലം കത്തിച്ചു. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന നമ്മൾ വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് കമ്മിറ്റി സമാഹരിച്ച തുക കൈമാറി. 8,59,997 രൂപ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഏറ്റുവാങ്ങി. ശില്പിയും മഞ്ഞുമൽ ബോയ്സ്, ജാനേമൻ, തല്ലുമാല, തെക്ക് വടക്ക് സിനിമകളുടെ സഹസംവിധായകനുമായ അനിൽ സീവർ അന്തരിച്ചു. 39 വയസ്സായിരുന്നു. ഫുട്ബോൾ കളിക്കിടയിലുണ്ടായ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സുഹൃത്തിന്റെ ഓർമ്മയ്ക്കായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ച് കൂട്ടുകാരന്റെ പേരിൽ പൊയ്യ ഫ്രണ്ട്സ് ക്ലബ്ബാണ് പൊയ്യ 4 വഴിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. നാട്ടിലെ സജീവ പ്രവർത്തകനായിരുന്ന കൂട്ടുകാർ അപ്പുട് എന്ന് വിളിക്കുന്ന അരുൺ അർബുദബാധയെ തുടർന്ന് 2023 മരിച്ചത്. കൊടുങ്ങല്ലൂരിലെ എറിയാട് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നും ഇലക്ട്രിക് വയർ മോഷണം പോയി. മാടവന PSN കവല ഉള്ളിശ്ശേരി നിസാറിന്റെ വീട്ടിൽ നിന്നുമാണ് 1.5 ലക്ഷത്തോളം രൂപയുടെ ഇലക്ട്രിക് വയർ മോഷ്ടിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ലാൻഡ് കമ്മീഷൻ ഏജന്റ് യൂണിയൻ സർക്കാരിന് നിവേദനം സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നു. മാള CUC ഓഡിറ്റോറിയത്തിൽ ഓഗസ്റ്റ് 31 ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിക്കും. MLA VR സുനിൽകുമാർ കാർഡുകൾ വിതരണം ചെയ്യും. മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വിവിധ ക്ഷേത്ര മേൽശാന്തിമാർക്ക് ആദരവൊരുക്കിക്കൊണ്ട് യജ്ഞചടങ്ങുകൾക്ക് സമാരംഭമായി. ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്ന നവചണ്ഡിക മഹായജ്ഞത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആദരണീയത്തിന്റെ ഭാഗമായിട്ടാണ് 30ഓളം മേൽശാന്തിമാരെ ആദരിച്ചത്. അവശ ജനവിഭാഗങ്ങൾക്കും ആത്മാഭിമാനത്തിനും വേണ്ടി ശബ്ദമുയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് മഹാത്മാ അയ്യങ്കാളിയുടെ 161ാമത് ജയന്തി ഇന്ന് സംസ്ഥാനത്ത് വിവിധ പരിപാടികളോടെ ജയന്തി ആഘോഷം നടന്നു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.